നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവം. KCVD ചെന്നിത്തല മൂവരിൽ ആര്? ഫ്ലക്സ് യുദ്ധവും തുടരുന്നു. ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ കേന്ദ്ര നിരീക്ഷകർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൈമാറി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം ചേർന്നു. കേന്ദ്ര നിരീക്ഷകരും ദീപാദാസ് മുൻഷിയും പങ്കെടുക്കുന്നു. കേരളത്തിലെ സാഹചര്യം മല്ലികാർജ്ജുൻ ഖർഗെയെ ധരിപ്പിച്ചെന്ന് ശശി തരൂർ. മുതിർന്ന നേതാക്കളെ ഉടൻ ഡൽഹിക്ക് വിളിപ്പിക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പിന്തുണ KC വേണുഗോപാലിനെന്ന് വ്യക്തമാകുന്ന ലിസ്റ്റ് പുറത്ത്. AICC നിരീക്ഷകൻ മുഗൾ വാസനിക്കിന്റെ കയ്യിലെ MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ലിസ്റ്റ് പുറത്തുവിട്ടത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. MLA-മാരുടെ പിന്തുണ ഉറപ്പിച്ച് KC പക്ഷം. ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിച്ചും അണികളെ തെരുവിലിറക്കി സമ്മർദ്ദതന്ത്രം പയറ്റിയും സതീശൻ പക്ഷം. സതീഷിനെ അനുകൂലിച്ച് തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗം. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങി K സച്ചിദാനന്ദൻ. രാജി ഇന്നുണ്ടായേക്കും. മുൾക്കിടക്ക വിടുന്നുവെന്ന് ഫേസ്ബുക്കിൽ. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജി സമർപ്പിക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം അനിശ്ചിതത്വത്തിൽ. വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ചിട്ടില്ല എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഭൂരിപക്ഷമായി ആരെത്തിയാലും ക്ഷണിക്കുമെന്ന് ഗവർണർ. സർക്കാർ രൂപീകരണത്തിനായി DMK AIADMKയുടെ സഖ്യ നീക്കങ്ങളും സജീവം. ബംഗാളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കാൻ BJP യോഗം. ഹോർമസിൽ സംഘർഷം തുടരുന്നു. അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ച് ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ സജീവമാക്കി അമേരിക്ക. ചർച്ച തുടർന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മത്സരം ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മുതൽ. ഡൽഹിയിൽ തിരിച്ചെത്തിയ കേന്ദ്ര നിരീക്ഷകർ ഇന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം. കേന്ദ്ര നിരീക്ഷകരും ദീപാദാസ് മുൻഷിയും പങ്കെടുക്കുന്നു. കേരളത്തിൽ നിന്നുമുള്ള മുതിർന്ന നേതാക്കളെ നാളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചേക്കും. ശശി തരൂർ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ സാഹചര്യം മല്ലികാർജ്ജുൻ ഖർഗെയെ ധരിപ്പിച്ചെന്ന് ശശി തരൂർ പറഞ്ഞു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. അതിനു മുൻപ് പ്രതികരണത്തിലേക്ക്. In a quicker manner. So whatever days, whatever hours we have fully utilized that. One-line resolution has been passed by the entire CLP unanimously, authorizing the Congress leadership to select the CLP leader, and that resolution, copy of that resolution also has been handed over. After that, we had held one-to-one discussions with individual MLAs, and whatever they have said, we noted it down. It is not only the names. Many people had many things to say. We have noted it down and we have submitted it to. മുഗൾ വാസനിക്കിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. ജിഷ്ണു ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഈ യോഗം ഇങ്ങനെ പുരോഗമിക്കുന്നു. ആരാകും മുഖ്യമന്ത്രി എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഒപ്പം ശശി തരൂർ കേരളത്തിലെ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര നേതൃത്വത്തെ എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനത്തിലേക്കാണ് എത്തുക, ആരിലേക്കാണ് എത്തുക, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. ജിഷ്ണു. അശ്വതി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗം അവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം കേന്ദ്ര നിരീക്ഷകർ പുറത്തെത്തി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അവർ വ്യക്തമാക്കിയത് കേരളത്തിൽ MLA-മാരുടെ അഭിപ്രായം ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ദേശീയ അധ്യക്ഷന്, കോൺഗ്രസ് അധ്യക്ഷന് കൈമാറിയിട്ടുണ്ട്. അപ്പം കേരളത്തിലെ സാഹചര്യവും അധ്യക്ഷനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കി പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് കേന്ദ്ര നിരീക്ഷകർ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് MLA-മാരുടെ പിന്തുണ വ്യക്തമാക്കിക്കൊണ്ടുള്ള
പേപ്പറിൻ്റെ ഫോട്ടോ പുറത്തു വന്നത്. ആ ഫോട്ടോ തികച്ചും വ്യാജമാണ്, ആ റിപ്പോർട്ട് വ്യാജമാണ് എന്ന പ്രതികരണം മുഗൾ വാസനിക് നടത്തിയിട്ടുണ്ട്. ഏതായാലും നിർണായകമായ ചർച്ചയാണ് ഡൽഹിയിൽ നടന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി ആരാകണമെന്ന തീരുമാനം നിയമസഭാ കക്ഷിയോഗം ഹൈക്കമാൻഡിന് വിട്ടതോടുകൂടി ഇനി ഈ തീരുമാനം കൈക്കൊള്ളേണ്ടത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെ മല്ലികാർജ്ജുന ഖാർഗെയൊപ്പം രാഹുലും പ്രിയങ്കയും ഉൾപ്പെടുന്ന യോഗത്തിലായിരിക്കും അത്തരത്തിലൊരു തീരുമാനമെടുക്കുക. വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അന്തിമമായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിലവിൽ ഏറ്റവും കൂടുതൽ MLA-മാരുടെ പിന്തുണയുള്ളത് KC വേണുഗോപാലിനാണ് എന്നുള്ളത് നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബാക്കി ചർച്ചകൾ പൂർത്തിയാക്കി ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്ന പ്രതികരണമാണ് ഈ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നടന്ന യോഗത്തിന് ശേഷം കേന്ദ്ര നിരീക്ഷകരായിട്ടുള്ള മുകുൾ വാസ്നിക്കും കൂടാതെ അജയ് മാക്കാനും പ്രതികരിച്ചിട്ടുള്ളത്. ഏകദേശം 1.5 മണിക്കൂർ നീണ്ടുന്ന യോഗത്തിൽ കേരളത്തിലെ നിലവിലെ സാഹചര്യം, ഒപ്പം MLA-മാരുടെ പിന്തുണ ആർക്കൊക്കെയാണുള്ളത്, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായം എന്താണ് എന്നത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തന്നെയാണ് കേന്ദ്ര നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് നൽകിയിട്ടുള്ളത്. തീർച്ചയായും നിർണായകമായിട്ടുള്ള യോഗങ്ങൾ ഡൽഹിയിൽ ഇനിയും ഉണ്ടാകും. അതായത് നിലവിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള തീരുമാനം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് വിട്ടതോടുകൂടി തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾക്കൊടുവിലായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിക്കുക. ഏത് പേരിലേക്ക് ഹൈക്കമാൻഡ് നേതൃത്വം എത്തും എന്നുള്ളത് ഏറെ നിർണായകമായിരിക്കും. MLA-മാരുടെ പിന്തുണ ഏറ്റവും കൂടുതലുള്ളത് KC വേണുഗോപാലിനാണെങ്കിലും ഹൈക്കമാൻഡ് നോക്കിക്കാണുന്നത് KCയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് നടത്തേണ്ടി വരും. കൂടാതെ KCക്ക് വേണ്ടി നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അത്തരത്തിലൊരു സാഹചര്യം. ഒപ്പം കേരളത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് KCയെ മുഖ്യമന്ത്രിയാക്കുന്നതിന് മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉയർത്തിയതും ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം VD സതീശനാണ് ഈ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അടുത്ത മുഖ്യമന്ത്രിയായി VD സതീശനിലേക്ക് എത്തുമോ അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 3 പേരുകളുമാണ്, ഈ 3 നേതാക്കളുമാണ് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി നിലവിൽ അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത്. KC വേണുഗോപാലിന് വേണ്ടി ഭൂരിപക്ഷം നിലവിൽ വിജയിച്ചു വന്നിട്ടുള്ള കോൺഗ്രസ് MLA-മാരിൽ ബഹുഭൂരിപക്ഷം MLA-മാരും KCക്ക് വേണ്ടിയാണ് കഴിഞ്ഞ നിയമസഭാ കക്ഷി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരോട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനം നിർണായകമാകും. രാഹുൽ ഗാന്ധി ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിലവിൽ ഇവിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ നടന്നിട്ടുള്ള യോഗം പൂർത്തിയായിരിക്കുകയാണ്. അശ്വതി. ശരി ജിഷ്ണു, ഡൽഹിയിൽ തിരിച്ചെത്തിയ കേന്ദ്ര നിരീക്ഷകർ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ അല്പസമയത്തിനു മുമ്പ് യോഗം ചേർന്നിരുന്നു. കേന്ദ്ര നിരീക്ഷകരും ദീപാദാസ് മുൻഷിയും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും 3 പേരുടെ പേരാണ് സംസ്ഥാനത്ത് ഉയർന്നു കേൾക്കുന്നത്. ആരിലേക്ക് എത്തും എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഞായറാഴ്ചയോടെ മുഖ്യമന്ത്രിയെ അറിയാമെന്നതാണ് ഹൈക്കമാൻഡ് നൽകുന്ന സൂചനാ വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നൽകിയത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിക്കായുള്ള തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കവേ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പിന്തുണ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത് എന്ന് വ്യക്തമാകുന്ന ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നു. ACC നിരീക്ഷകൻ മുഗൾ വാസനിക്കിന്റെ കയ്യിലെ MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ ലിസ്റ്റാണ് പുറത്തു വന്നത്. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ചിത്രം പുറത്തുവിട്ടത്. സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, അഡ്വക്കേറ്റ് TO മോഹനൻ, ഉഷ വിജയൻ, അഡ്വക്കേറ്റ് T സിദ്ദിഖ് എന്നിവരുടെ പിന്തുണ KCക്കാണ്. IC ബാലകൃഷ്ണൻ KCയെയും രമേശ് ചെന്നിത്തലയും പിന്തുണയ്ക്കുന്നുണ്ട്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ പ്രതികരിച്ച് K മുരളീധരൻ, ജനാധിപത്യ പ്രക്രിയയിൽ കോൺഗ്രസിൽ ഇതെല്ലാം പതിവാണ്. AICCയുടെ തീരുമാനം വന്നാൽ എല്ലാവരും ഒറ്റക്കെട്ടെന്നും മുരളീധരൻ പറയുന്നു. മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഈ മാസം 23 വരെ സമയമുണ്ടെന്നും എന്തിനാണ് തിരക്കെന്നും മുരളീധരൻ ചോദിച്ചു. ജനവികാരം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യം കേട്ടാൽ എന്തോ MP-മാര് തീരുമാനം എടുത്തു എന്നുള്ള രീതിയിലാണ്. തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഹൈക്കമാൻഡിന് ഒരു ഓപ്പൺ മൈൻഡ് ആണുള്ളത്. തീരുമാനം വരട്ടെ. ഒരു ഇഷ്യൂ ഇപ്പം ഇല്ല. ഞാൻ പറഞ്ഞു നിലവിൽ ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫൈനൽ ഡിസിഷൻ വന്നതിന് ശേഷം ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളോട് പറയാം. ഞാൻ ഉദ്ദേശിച്ച ആളല്ല വന്നതെങ്കിൽ പോലും ഞാൻ ആരെ പിന്തുണച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. കേസിക്കുള്ള പിന്തുണ തള്ളാതെ സന്ദീപ് വാര്യർ, മുഗൾ വാസനിക്കിന്റെ കയ്യിലുള്ള പട്ടികയുടെ ചിത്രം പുറത്തു വന്നത് കണ്ടില്ല. ആർക്കാണ് പിന്തുണ എന്നത് പുറത്തു പറയാനാകില്ല. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. MLA-മാരോട് അഭിപ്രായം ചോദിച്ചാണ് തീരുമാനമെടുക്കുക. മുസ്ലിം ലീഗിനോടും പാണക്കാട് കുടുംബത്തോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. മാത്യു കുഴലനാടന്റെ ലീഗിനെതിരായ പ്രസ്താവന കണ്ടിട്ടില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
തൃക്കരിപ്പൂരിൽ അതൊരു ഇടത് കോട്ടയാണെന്നുള്ളതൊരു വ്യാജ നറേറ്റീവാണ്, ഒരു ഫേക്ക് നറേറ്റീവാണെന്നുള്ളത് തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു. ആ നറേറ്റീവ് പൊളിക്കാൻ സാധിക്കും, അത് പൊളിക്കും എന്ന് ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ ആ മണ്ഡലത്തെക്കുറിച്ച് എനിക്ക് ആ മണ്ഡലമാണ് മത്സരിക്കാൻ വേണ്ടി പാർട്ടി അനുവദിച്ചപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ഡാറ്റ അനലൈസ് നടത്തി, ഒരു ഡാറ്റ മൈനിങ് നടത്തിയിട്ടാണ് അങ്ങോട്ട് പോയിട്ടുള്ളത്. വളരെ കുറച്ച് സമയമാണ് കിട്ടിയിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് വളരെ മൈക്രോ ലെവലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സ്ട്രാറ്റജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയുന്ന, UDFന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ സമ്മർദ്ദതന്ത്രം പയറ്റുകയാണെന്ന് കെ സുരേന്ദ്രൻ. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നത് നേരത്തെ പറഞ്ഞതാണ്, ഇപ്പോൾ ഇതാണ് നടക്കുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പ് ഒരു ദേശീയ പാർട്ടി ഏറ്റെടുക്കുന്നതാണ് നല്ലത്. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത സമയത്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗ് നേതാക്കളും ഹൈക്കമാൻഡ് പ്രതിനിധികളെ കണ്ട് പുറത്തു വന്നതിന് ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞ 3 വാചകങ്ങളുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞു, ഇനി ഇത് ഇവരവിടെ പോയി ഡൽഹിയിൽ പോയിട്ട് അവരുടെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ച് അതിൻ്റെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കും, അപ്പോൾ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നിലപാട് പറയും. ഇത് കേൾക്കുന്ന ഏതൊരു മലയാളിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇതിനകത്തൊരു സമ്മർദ്ദ രാഷ്ട്രീയമുണ്ട്. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനൊരുങ്ങി കെ സച്ചിദാനന്ദൻ ഫേസ്ബുക്കിലൂടെയാണ് രാജിസൂചന നൽകിയത്. മുൾക്കിടക്ക വിടുന്നുവെന്നാണ് കമന്റ്. ഇന്ന് വൈകിട്ട് രാജി സമർപ്പിക്കുമെന്നാണ് സൂചന. LDF പരാജയത്തെ സംബന്ധിച്ചും സച്ചിദാനന്ദന്റെ പരാമർശമുണ്ട്. ഇടതുപക്ഷത്തെ മനുഷ്യർ തന്നെയാണ് ഇത് ഇടതുപക്ഷമല്ലാതായി എന്നറിഞ്ഞ് ആ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തത്. അത് സത്യസന്ധരായ നേതാക്കൾ സമ്മതിച്ചിട്ടുമുണ്ട്. 2 വലതുപക്ഷ കക്ഷികൾ തമ്മിലായിരുന്നു മത്സരമെന്ന് എല്ലാ ശരിയായ ഇടതുപക്ഷക്കാരും തിരിച്ചറിഞ്ഞു. ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമോ എന്നത് പാർട്ടികൾ നടത്തുന്ന ആശയപരവും വർഗപരവുമായ അഴിച്ചുപണിയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. സച്ചിദാനന്ദനൊപ്പം വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജി സമർപ്പിക്കുമെന്നും സൂചനയുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണം അനിശ്ചിതത്വത്തിൽ വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ചിട്ടില്ല എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറയുന്നു. 118 പേരുടെ പിന്തുണ കാണിച്ചാൽ അപ്പോൾ ക്ഷണിക്കുമെന്നും ഗവർണർ. VCKയുടെയും ഇടതുപക്ഷത്തിന്റെയും തീരുമാനം കാത്തിരിക്കുകയാണ് വിജയ്. അതേസമയം DMK AIADMK സഖ്യ നീക്കങ്ങളും സജീവം. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ നിർണായക നീക്കങ്ങൾക്കിടെ സർക്കാർ രൂപീകരണത്തിനായി തമിഴക വെട്രിക്കഴകം നേതാവ് വിജയെ ക്ഷണിക്കാൻ വൈകിയെന്ന ആരോപണങ്ങൾ തള്ളുകയാണ് ഗവർണർ. വ്യക്തമായ ഭൂരിപക്ഷവും ആവശ്യമായ രേഖകളും പരിശോധിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂവെന്നും 118 പേരുടെ പിന്തുണയുള്ള ആരെയും ക്ഷണിക്കുമെന്നും ഗവർണർ പറഞ്ഞു. അതിനിടെ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് TVK. 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 എന്ന സംഖ്യയിലേക്ക് എത്താൻ വിജയ്ക്ക് സാധിച്ചിട്ടില്ല. കോൺഗ്രസിലെ 5 MLA-മാരുടെ പിന്തുണ TVKയ്ക്കുണ്ടെങ്കിലും ഭൂരിപക്ഷം തെളിയിക്കാൻ CPM, CPI, VCK എന്നിവരുടെ പിന്തുണ കാത്തിരിക്കുകയാണ് TVK. മറുവശത്ത് വിജയെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ ചിരവൈരികളായ DMK, AIADMK എന്നിവർ സഖ്യസാധ്യതകളും പരിശോധിക്കുന്നുവെന്നാണ് വിവരം. ഇവർ ഒന്നിച്ചു നിന്നാലും ഭൂരിപക്ഷം തെളിയിക്കാനാവില്ല. മറ്റു പാർട്ടികളുടെ പിന്തുണ കൂടി ഉറപ്പാക്കേണ്ടി വരും. അതേസമയം AIADMKയുമായുള്ള സഖ്യ നീക്കത്തിൽ കനിമൊഴി അതൃപ്തി രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. ജനാധിപത്യപരമായ മര്യാദ പാലിച്ച് പ്രതിപക്ഷത്തിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് DMK വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും സഖ്യസാധ്യതകളും തള്ളിക്കളയുന്നില്ല. ജനവിധി മാനിക്കാതെ മറ്റു മുന്നണികൾ സർക്കാർ രൂപീകരിക്കാൻ ശ്രമിച്ചാൽ TVKയുടെ എല്ലാ MLA-മാരും രാജിവെക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. മെയ് 10 നിലവിലെ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ വരും മണിക്കൂറുകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അതീവ നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. പശ്ചിമബംഗാളിൽ പുതിയ BJP സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്ന് വൈകിട്ട് കൊൽക്കത്തയിൽ ചേരുന്ന BJP നിയമസഭാ കക്ഷി യോഗത്തിൽ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കും. നിലവിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി എന്നിവർ കേന്ദ്ര നിരീക്ഷകരായി നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കും. സുവേന്ദു അധികാരിയെ കൂടാതെ ദിലീപ് ഘോഷ്, സമീക് ഭട്ടാചാര്യ, അഗ്നിമിത്ര പോൾ തുടങ്ങിയ പേരും പരിഗണനയിലുണ്ട്. മമതാ ബാനർജി രാജിവെക്കാതിരുന്നതോടെ ബംഗാളിൽ മന്ത്രിസഭ ഗവർണർ പിരിച്ചുവിട്ടിരുന്നു.
വിവിധ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അവലോകനത്തിനായി CPI കേന്ദ്ര നേതൃയോഗങ്ങൾ ആരംഭിച്ചു. ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനമായ അജോയ് ഭവനിലാണ് ഇന്നു മുതൽ 3 ദിവസങ്ങളായി യോഗം നടക്കുന്നത്. കേരളത്തിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പുറമെ പ്രകാശ് ബാബു, P. സന്തോഷ് കുമാർ MP, രാജാജി മാത്യു തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. കേന്ദ്ര സെക്രട്ടേറിയറ്റിന് ശേഷം മറ്റു യോഗങ്ങൾ നടക്കും. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്നാണ് ആഗ്രഹമെന്ന എഴുത്തുകാരൻ T. പത്മനാഭൻ. KCയുടെ കുടുംബവുമായി ഗാഢബന്ധമാണ്. KC കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. KC വരട്ടെ, നാട് നന്നായി വരട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം ചെന്നിത്തലയ്ക്കും അർഹതയുണ്ടെന്നും VDക്ക് അർഹതയില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു. ധാർഷ്ട്യവും ജനങ്ങളിൽ നിന്ന് അകന്നതും CPM തോൽവിക്ക് കാരണമായെന്നും അദ്ദേഹം വിമർശിച്ചു. വ്യക്തിബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുക ശ്രീ വേണുഗോപാലനാണ്. അത് വേണുഗോപാലൻ എൻ്റെ നാട്ടുകാരനായി എന്നതുകൊണ്ട് മാത്രമല്ല, വേണുഗോപാലൻ്റെ അർഹത, വേണുഗോപാലൻ്റെ ഗുണങ്ങൾ. CPIM നിർദ്ദേശം മറികടന്ന് കണ്ണൂരിൽ വീണ്ടും P. ജയരാജനെ പിന്തുണച്ച ഫ്ലെക്സ്. ഇവർ നയിക്കട്ടെ, ഇവരാണ് ഉത്തമം എന്ന വാചകത്തോടെ P. ജയരാജന്റെയും M. സ്വരാജിന്റെയും ചിത്രം ഉൾപ്പെടുത്തിയാണ് ഫ്ലെക്സ്. പാർട്ടിയെ സ്നേഹിക്കുന്ന നേതാക്കളെയാണ് പാർട്ടിക്ക് വേണ്ടത്. ആവശ്യങ്ങൾക്ക് പാർട്ടിയെ ഉപയോഗിക്കുന്ന നേതാക്കളെയല്ല വേണ്ടതെന്നും ഫ്ലെക്സിൽ പറയുന്നു. ബ്ലാത്തൂർ സഹാക്കൾ എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. പെരിന്തൽമണ്ണയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി തേജസ് ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI MSS പ്രവർത്തകർ വിദ്യാർത്ഥി പഠിച്ചിരുന്ന പ്രസന്റേഷൻ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. സ്കൂളിന്റെ മുന്നിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന് SFI പ്രവർത്തകർ തള്ളിക്കയറിയത് സംഘർഷാവസ്ഥ ഉണ്ടാക്കി. പിന്നീട് SFI നേതാക്കൾ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. മാനേജ്മെന്റും രക്ഷിതാക്കളും ഉൾപ്പെടുന്ന കമ്മിറ്റി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ആരോപണ വിധേയരായ അധ്യാപകരിൽ നിന്നും വിശദീകരണം തേടുകയും ചെയ്യും. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മാനേജ്മെന്റ് ഉറപ്പു നൽകി. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഹോർമൂസിൽ സംഘർഷം തുടരുന്നു. അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ച ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ സജീവമായിരിക്കുകയാണെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. ഹോർമുസ് കടലിടുക്കിൽ US നേവിയുടെ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം ഇതിനോടകം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്കിടെ അമേരിക്കയുടെ 3 നാവിക ഡിസ്ട്രോയറുകൾക്ക് നേരെ ആക്രമണമുണ്ടായെന്നും എന്നാൽ കപ്പലുകൾക്ക് നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ ഉടൻ തന്നെ കരാറിൽ ഒപ്പിടാൻ തയ്യാറായില്ല എങ്കിൽ ശക്തമായ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. ഒറ്റപ്പേജ് ധാരണ ഉടൻ സാധ്യമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഹോർമുസ് കടലിടുക്കിൽ സൈനിക ഏറ്റുമുട്ടൽ നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ അമേരിക്കയാണ് ആദ്യം ആക്രമണം നടത്തിയതെന്ന് ഇറാൻ ആരോപിച്ചു. തെക്കൻ ഇറാനിലെ ബന്ദർ ഖമീർ, സിർട്ട് ഷേഖ് ദ്വീപ് എന്നിവിടങ്ങളിലെ സിവിലിയൻ സ്ഥലങ്ങളെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായും ഇറാൻ അധികൃതർ ആരോപിച്ചു. ഇതിനു മറുപടിയായാണ് അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെച്ചതെന്നും ഇറാൻ പറയുന്നു. അതേസമയം മിഡിൽ ഈസ്റ്റിലെ US സൈനിക ആക്രമണങ്ങൾ അമേരിക്കൻ ഭരണകൂടം നേരത്തെ അവകാശപ്പെട്ടതിനേക്കാൾ ഗുരുതരമാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നു. യുദ്ധം തുടങ്ങിയതു മുതൽ 15 US സൈനിക സൈറ്റുകളിലായി കുറഞ്ഞത് 228 നിർമ്മിത ഉപകരണങ്ങളും തകരുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഹാങ്കറുകൾ, ബാരക്കുകൾ, ഇന്ധന ഡിപ്പോകൾ, വിമാനങ്ങൾ, നിർണായക റഡാർ, വാർത്താവിനിമയ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ബഹ്റിനിലെയും കുവൈറ്റിലെയും പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തിരുവനന്തപുരം കവടിയാറിൽ വൻ വാഹനാപകടം. അമിത വേഗതയിലെത്തിയ കാർ കാൽനട യാത്രക്കാരെയും വാഹനങ്ങളെയും ഇടിച്ചു. അപകടത്തിൽ പാലക്കാട് സ്വദേശിനി നൌഷിജയ്ക്ക് ദാരുണാന്ത്യം. അമിത വേഗതയിലെത്തിയ കാർ കാൽനട യാത്രക്കാരെ അടക്കം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നന്ദൻകോട് ഭാഗത്തുനിന്നും കുറവൻകോണം ഭാഗത്തേക്ക് വന്ന കാറാണ് വലിയ അപകടത്തിന് കാരണമായത്. പാലക്കാട് സ്വദേശിനിയായ നൌഷിജ, ഭർത്താവ് ആഷിഖ് എന്നിവരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം 3 കാറുകളിൽ മാറി മാറി ഇടിച്ചു. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിയെത്തിയ കാർ ആദ്യം ഫുട്പാത്തിലേക്ക് കയറുകയും പിന്നീട് മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയും ചെയ്തുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഈ കാറ് ഈ സുപ്രീമിൻ്റെ ഗേറ്റിന് മുമ്പ്, അതിന് കുറച്ച് മുമ്പേ തന്നെ ഈ വണ്ടിയുടെ സ്പീഡ് ഭയങ്കര കൂടി. സാധാരണ ഈ റോഡ് അങ്ങനെ ഒരു സ്പീഡിൽ പോകുന്ന റോഡല്ല. വളരെ റയറായിട്ടൊക്കെ ഗവർണറോ മുഖ്യമന്ത്രിയോ ഒക്കെ പോകുമ്പോഴാണ് ആ സ്പീഡ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന് കൈയെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. സ്പീഡ് കൂടുമെന്ന് ഇങ്ങനെ നിർത്തുന്നത്. പക്ഷേ ആ നിർത്തുന്നത് കാണിക്കുന്നതിന് മുമ്പ് തന്നെ വണ്ടി ഫുട്പാത്തിലേക്ക് കയറി.
എൻ്റെ അടുത്ത് എത്താനും ഞാൻ അങ്ങ് വലത്തേക്ക് എങ്ങനെയോ ഒന്ന് ഒതുങ്ങി. ആ ഒതുങ്ങി ജസ്റ്റ് ആ ഒരു നാരോ ഇതിൽ ആ വണ്ടി വീണ്ടും മുമ്പോട്ട് കയറുമ്പോൾ എൻ്റെ ബാക്കിൽ സംസാരിച്ചുകൊണ്ട് വന്ന ആ 2 പേര്, ഇപ്പോൾ മരിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയും ആ പയ്യനും, അതാണ് ആദ്യത്തെ ഇടി. അത് കഴിഞ്ഞ് ഈ സൈഡിൽ കൂടെ വന്ന ഏകദേശം എല്ലാവരെയും വണ്ടി ഇടിക്കുക. ഇടിച്ചിടിച്ച് വന്നിട്ടാണ് ഇവിടെ വന്ന ആ ഒരു കാർ, വൈറ്റ് കാർ ഓപ്പോസിറ്റ് വന്ന കാറിൽ ഇടിച്ച് കൊണ്ട് തിരിഞ്ഞ് നിന്നുള്ളതുകൊണ്ട് ഇത്രയും. അതിനിടയിൽ വേറൊരു ചുവന്ന കാറ്, 2-3 ബൈക്ക് എല്ലാം ഇതായി. പരിക്കേറ്റ നൌഷിജയെ BJP നേതാവ് സന്ദീപ് വചസ്പതിയുടെ കാറിൽ SUT ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വലിയൊരു ആക്സിഡന്റ് ഞാൻ കാണുമ്പോൾ റോഡിൽ 5-6 പേര് ഇങ്ങനെ വീണ് കിടപ്പുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വാഹനം നല്ല പുറകിലായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി വരുമ്പോൾ ഈ ആൾക്കാർ കിടക്കുന്നു. അപ്പോൾ ഈ വാഹനത്തിൽ കയറ്റാൻ ആരും തയ്യാറാകുന്നില്ല. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, വേറൊരു ആൾ, ഒരു പുരുഷനും ഒരു പെൺകുട്ടി അവിടെ ഇടിയേറ്റ് റോഡിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലുള്ള വാഹനങ്ങളോടൊക്കെ ഒത്തിരി പേര് ചോദിച്ചു കൊണ്ടുപോകാൻ, ആരും കൊണ്ടുപോകാൻ തയ്യാറില്ല. പിന്നെ ഞാൻ എൻ്റെ വാഹനത്തിൽ കയറ്റി. പക്ഷേ എൻ്റെ വാഹനം പോലും എടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഫ്രണ്ടിലുള്ള വാഹനം ഓഫ് ചെയ്തിട്ട് ആൾക്കാർ പോയിരിക്കുക ആക്സിഡൻറ്റ് സീൻ കാണാൻ വേണ്ടി. പിന്നെ ഇവിടെ എല്ലാവരും കൂടെ ഇടപെട്ടിട്ടാണ് ഒന്ന് വണ്ടി തിരിക്കാൻ പറ്റിയത്. അങ്ങനെ ഒരു വിഷമം. അതിനുശേഷമാണ് ആംബുലൻസൊക്കെ വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ വാഹനം നിയന്ത്രണം വിട്ടിട്ട് ഫുട്പാത്തിൽ കൂടി കയറി പോവുകയായിരുന്നു. 7ഓളം പേർ നിലവിൽ ചികിത്സയിലാണ്. അപകടത്തിൽപ്പെട്ട കാർ ഓടിച്ചിരുന്ന മോഹൻ തോമസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആരോഗ്യ പ്രശ്നമാണ് അപകട കാരണമെന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വാണിജ്യ പാചക സിലിണ്ടറുകളുടെ വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ പ്രകടനവും ഉപരോധ സമരവും നടത്തി. പനമ്പള്ളി നഗറിൽ നിന്നും പ്രകടനമായി എത്തിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഫില്ലിംഗ് സ്റ്റേഷൻ ഉപരോധിച്ചത്. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി ഈ മാസം 31-ന് കോഴിക്കോടെത്തും. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ പങ്കെടുക്കാനാണ് അമ്മ എത്തുന്നത്. മഹോത്സവത്തിനായി ബ്രഹ്മസ്ഥാനത്ത് പന്തൽ കാൽനാട്ട് കർമ്മവും നടന്നു. ഓം ദഗ്ധയോഗ സുശുക്രേ നമഃ. ഓം കേരളക്ഷമാവതീർണായൈ നമഃ. ഓം മാനുഷസ്ത്രീ വധുഭൃതേ നമഃ. ഓം ധർമ്മിഷ്ഠസുഗുണാനന്ദദമയന്തി സ്വയംഭുവേ നമഃ. 6 വർഷങ്ങൾക്ക് ശേഷം സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി കോഴിക്കോട് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഇത്തവണത്തെ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്. മെയ് 31, ജൂൺ 1 തീയതികളിലാണ് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം. ഇതിന്റെ ഭാഗമായി ബ്രഹ്മസ്ഥാനത്ത് പന്തൽ കാൽനാട്ട് കർമ്മവും നടന്നു. മാതാമൃതാനന്ദമയി മഠം കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. അമ്മയുടെ ദർശനവും അമ്മ നടത്തുന്ന എല്ലാ സത്സംഗം, അതേപോലെ ഭജന, ധ്യാനം തുടങ്ങിയ പരിപാടികളെല്ലാം നടത്തുന്ന ഒരു മഹായജ്ഞവേദിയാണ്. ആ യജ്ഞവേദിയുടെ ആരംഭം നമ്മൾ ഒരു കാൽനാട്ടൽ കർമ്മത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. 10,000 ഇവിടെ വന്നിട്ട് അമ്മയുടെ ദർശനത്തിന് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യജ്ഞവേദി ഒരുക്കിയിട്ടുള്ളത്. സ്വീകരണ കമ്മിറ്റി രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് ശ്രീധരൻ നായർ, വേണു താമരശ്ശേരി, വി രവീന്ദ്രൻ, പ്രദീപ് കുമാർ, ജനാർദ്ദൻ കൊട്ടേമ്പ്രം എന്നിവരും നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. മഹോത്സവത്തിനായി വലിയ ഒരുക്കങ്ങളാണ് ബ്രഹ്മസ്ഥാനത്ത് സജ്ജമാക്കുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. മുഖ്യമന്ത്രി ആരാകണമെന്ന് താൻ അറിയിച്ചത് AICC നിരീക്ഷക സംഘം രേഖപ്പെടുത്തിയത് കാണാത്തതിൽ അതൃപ്തിയുമായി ഉദുമ നിയോജക മണ്ഡലം നിയുക്ത MLA കെ നീലകണ്ഠൻ. അഭിപ്രായം രേഖപ്പെടുത്തേണ്ട കോളം ഒഴിഞ്ഞുകിടക്കുന്ന ഫോട്ടോ പുറത്തു വന്നതോടെ കെ നീലകണ്ഠൻ AICC നേതൃത്വത്തിന് പരാതി നൽകി. ഭൂരിപക്ഷം കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്ന പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതെന്ന് കെ നീലകണ്ഠൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ നിയുക്ത ഉദുമ MLAയുമായ ശ്രീ കെ നീലകണ്ഠനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ വാർത്തകൾ നിറയുകയാണ്. നീലകണ്ഠനോട് നമുക്ക് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം. നിരീക്ഷകർ വന്ന് MLAമാരുടെ, കോൺഗ്രസ് MLAമാരുടെ താല്പര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു നിരീക്ഷകരോട്. അത് രേഖാമൂലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പേര് നേരെ കോളത്തിൽ ഇദ്ദേഹം ആർക്കാണ്, ആര് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ കാര്യം രേഖപ്പെടുത്തിയതായി കാണുന്നില്ല. ഇത് വലിയ ചർച്ചയായിരിക്കും. നീലകണ്ഠനോട് തന്നെ അല്ല, ജനവികാരം അനുസരിച്ച് കൊണ്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണം എന്ന് കൃത്യമായി ഹൈക്കമാൻഡോട് പറഞ്ഞിട്ടുണ്ട്. അതവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന വാർത്തയെക്കുറിച്ച് എനിക്കറിയില്ല. ഇത് ആര് കൊടുത്തു, എങ്ങനെ കൊടുത്തു, അതിനെക്കുറിച്ച് നമുക്കൊരു അറിയില്ല. അല്ല, ഒരു പത്രത്തിൽ സ്വാഭാവികമായിട്ടും ഒരു ഫോട്ടോ സഹിതം അത് കാണുന്ന സമയത്ത് അത് വലിയ സംശയത്തിന് ഇടവരുത്തുന്ന ഒരു സാഹചര്യം. നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിച്ച് കൊടുക്കുന്നല്ലോ, അതുകൊണ്ട് 100% വിശ്വസിക്കാൻ പറ്റുന്നില്ല.
കായിക വാർത്തകൾ നോക്കാം. IPL-ൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഡൽഹി പോയിന്റ് പട്ടികയിൽ 7-ാമതും കൊൽക്കത്ത 8-ാം സ്ഥാനത്തുമാണ്. പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഇരു ടീമുകൾക്കും ഇന്ന് ജയം അനിവാര്യമാണ്. രാത്രി 7:30 മുതൽ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.